ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ചേച്ചി ഷീറ്റിൻ്റെ നീളം കൂടിയാലെന്ന്. അതെ, നമ്മളൊരു വേറൊരു ഷീറ്റും കൂടി മുറ്റത്ത് വിരിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് വിരിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരെപ്പോഴും ഇരുന്ന് മണ്ണിൽ കളിക്കുകയാണ് പതിവ്. അപ്പോൾ ഷീറ്റിലാകുമ്പോൾ അവിടെ തന്നെ ഇരുന്ന് കളിച്ചോളും. 4 പേർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഈ കളിക്കാൻ നിൽക്കുന്നത്. കുളിപ്പിച്ചിട്ടില്ല. അപ്പോഴേക്ക് ഞാൻ ഫുഡ് കഴിക്കിയിട്ട് 5 കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെള്ളപ്പവും കുറുമക്കറിയാണ് കേട്ടോ ഉള്ളത്. കാലത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴക്കൊന്ന് തോർന്നിട്ട് വെയിൽ ഉദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നല്ലൊരു ക്ലൈമറ്റായി നിൽക്കുന്നത്. നമ്മുടെ കാലാവസ്ഥ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. 2 ദിവസം നല്ല വെയിലായിരുന്നു. അതനുസരിച്ച് രാവിലെയും വൈകിട്ടൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വൈകിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ശല്യമില്ല. എവിടെയെങ്കിലും പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് മഴ പെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ നടക്കട്ടെ. നമ്മുടെ അമ്മക്ക് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അമ്മ ഞാൻ വീഡിയോയിൽ കാണിക്കാണ്ടാണ്. അമ്മ പുറത്തേക്ക് ഇറങ്ങണില്ല. ഇൻഫെക്ഷനും സംഭവങ്ങളൊന്നും ആവാണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് എന്ത് സർജറി കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ബാക്കിലത്തെ ഡിസ്ക് ഉണ്ടല്ലോ, നമ്മൾ നട്ടെല്ലുമ്പത്തെ ഡിസ്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പെയിനായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അതിന് ഇത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്, തേയ്മാനം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പം തന്നെ നമ്മളത് വേഗം സർജറി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോഴും അമ്മയ്ക്ക് പെയിൻ ഉള്ളത് കൊണ്ട് നമ്മളത് വേഗം ചെയ്തു. ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ട് വരുന്നു കേട്ടോ. ഇവിടെ അല്ലുനും അതേപോലെ തന്നെ പാറിനും കാശൊക്കെ നല്ല ചുമയാട്ടോ. അപ്പം അല്ലുനൊന്ന് ഡോക്ടറെ അടുത്ത് കാണിക്കണം. അങ്ങനെ 2 പേരുടെയും കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ ഡ്രസ്സ് ഇടിപ്പിക്കണം. ഇപ്പം എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഡയപ്പർ ഇടിപ്പിക്കും. അതല്ല വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ട്രൗസർ ഇടിപ്പിക്കുള്ളൂ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ സുപ്രീം ഡയപ്പർ പാൻസ് ആണ്. 5 layers ഓഫ് അബ്സോർപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലീക്കേജിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട കേട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മൾ ഈ ഒരു ഡയപ്പർ പാൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഒരു ഡ്രൈ ആയിട്ട് വെക്കുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഭയങ്കര സോഫ്റ്റ് ആണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്, നല്ല കംഫർട്ട് ആണ്. ഇതുവരെയായിട്ട് റാഷസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇതിൽ യെല്ലോ ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഡയപ്പർ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് ബ്ലൂ കളറായി മാറും. ലവ് ലാപ്പിന്റെ പാൻസ് എത്രമാത്രം അബ്സോർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആക്കിയെന്ന് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾസോ ലീക്കേജ് പ്രൂഫ് ആണ്. ലോക്ക് ആക്കി വെക്കുന്നു. 3 layers ഓഫ് അബ്സോർപ്ഷൻ ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനെസ്സും തരുന്നുണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡയപ്പർ പാൻസ് തന്നെയാണ് കേട്ടോ. ഭയങ്കര യൂസബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തേക്കും. ഒന്ന് 2 3 4 5 6 7 8 9 10 എല്ലാത്തിനും ലാലിക്കല്ല. 1 2 3 എനിക്കറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. നമ്മുടെ ഐനൂസ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. പക്ഷെ അല്ലുക്കുട്ടിന് അങ്ങനെയല്ല. അല്ലുക്കുട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ കാര്യങ്ങൾ മാത്രമേ അവൻ ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ ഐനൂസ് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ തിരിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് 2 പേർക്കും പാലൊക്കെ കൊടുത്തിട്ട് നമ്മളിത് ഡോക്ടർ മാമിനെ കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടില്ല. ഡോക്ടർ മീൻസ് ഇപ്പോൾ ഏത് ഡോക്ടർ ഇരിക്കണമെന്ന് മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. പിന്നെ ഇവന് ചുമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം നമ്മുടേതായ മരുന്ന് കൊടുത്ത് 3ാമത്തെ ദിവസം നമുക്ക് കൊണ്ടുപോകേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മരുന്ന് കൊടുത്തു. ഞാൻ ചുമര എന്നാലും ഒരു കുത്തി ചുമ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി ആന്റിബയോട്ടിക് അങ്ങനെ കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഇതിലാണ്. കുറച്ചധികം കാലയളവിൽ ഞങ്ങൾ റെസ്റ്റിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോവാണ്ട് മാക്സിമം നോക്കി. ഇവരും നന്നായി സഹായിച്ചുകൊണ്ട് അധികം ഹോസ്പിറ്റൽ കേസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വലിയ സീനൊന്നുമില്ല. പക്ഷേങ്കിൽ കഫക്കെട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താലേ അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പനിക്കുന്നുണ്ട്. പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിച്ച് കെടുക്കണമെന്നില്ല. പക്ഷേങ്കിൽ നല്ല ടെമ്പറേച്ചർ വരും. 199.8 ഒക്കെ ടെമ്പറേച്ചർ വരുമ്പോൾ മരുന്ന് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പം എന്തായാലും ഡോക്ടറെ കാണിക്കാതെ വിചാരിച്ചു. പിന്നെ എനിക്കും ചുമയായിട്ട് സൗണ്ട് പോയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ രക്ഷപ്പെട്ട ഒരാളും വേറൊരാൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും ആർക്കും വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ പണി തന്നെയാണ്. പിന്നെന്താ, വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. ഇവരുടെ അല്ലുവിനൊരു ഷൂ മേടിക്കാനുണ്ട്. അല്ലുവിൻ്റെ ന്യൂ ഷൂ പട്ടി കടിച്ചു. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഷൂ റാക്ക് ഉണ്ട്. പക്ഷെ ആ ദിവസം ഞങ്ങൾ എടുത്ത് വയ്ക്കാൻ മറന്നു. എവിടെയോ പോയിട്ട് രാത്രി വന്നപ്പോൾ അത് അത് കുറച്ച് നാൾക്ക് പട്ടികളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. പട്ടികളുടെ ശല്യം ആയപ്പോഴാണ് നമ്മൾ ആ ഷൂ റാക്ക് വാങ്ങിച്ചു വെച്ചത്. അതിനുശേഷം പട്ടികൾ വരാറില്ല. കറക്റ്റ് അന്നത്തെ ദിവസം ഞങ്ങള് പുറത്തെടുത്തിട്ടു. അന്ന് കടിച്ചു. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് വീണ്ടും റാക്കിൽ എടുത്തു വെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ എവിടെയോ ലേറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നിഖിൽചേട്ടൻ പുറത്ത് ഷൂ ഊരിട്ടു. വിട്ടുപോയി. നിഖിൽചേട്ടൻ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കാറുള്ള ആളാണ്. പക്ഷെ അന്നത്തെ ദിവസം പുറത്തിട്ടു. അന്നത്തെ ദിവസം വന്ന് പട്ടി കടിച്ചു. അത് കറക്റ്റ് ഇടാൻ
ഇടാൻ പറ്റാത്തൊരു ഭാഗത്ത് മാത്രമേ പട്ടി കടിച്ചുള്ളൂ, പക്ഷെ അത് ഇടാൻ പറ്റില്ല അല്ലടാ. അതെ, ഞാൻ മേടിച്ചു കൊടുത്ത ഷൂ ആയിരുന്നു, അടിപൊളി ഷൂ ആയിരുന്നു. എന്തെങ്കിലും തിരിയാത്തേ? നമ്മളിപ്പോൾ ഒരു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം കേട്ടോ, ഇടവേളയ്ക്ക് ശേഷം കേട്ടോ അത് ഹോസ്പിറ്റലിൽ പോണത്. ഇവരുടെ ചെറിയ സമയത്ത് ചെറിയ പ്രായത്തിൽ നമുക്ക് എപ്പോഴും അഡ്മിറ്റ് ആവാനേ നേരമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കാറിൽ പോകുമ്പോഴൊക്കെ പറയായിരുന്നു, ആ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു. ഇവര് ജനിച്ചപ്പോൾ തന്നെ പ്രീമച്വർ ആയിരുന്നു. അപ്പൊ ഇമ്മ്യൂണിറ്റി കുറവായിരുന്ന സമയമായിരുന്നു. അപ്പൊ പെട്ടെന്ന് അസുഖങ്ങൾ CPR ഒക്കെ കൂടുമായിരുന്നു. CPR എന്താ പറയാ, അത് ബ്ലഡിൽ മറ്റേ കൗണ്ട് കൂടിയിട്ടൊക്കെ സീനായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 3 days പണിച്ചാലൊക്കെയും മരുന്നൊക്കെ കൊടുത്താൽ കുറച്ച് ഇമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് വരുന്നത്. അതിൽ പ്രധാന കാരണം എന്താന്ന് ഞാൻ പറയട്ടെ ഗൈസ് നിങ്ങളോട്. ഞങ്ങൾ ഇവര് നന്നായിട്ട് പുറത്ത് കളിക്കാൻ വേണ്ടി, മണ്ണിലായാലും ചെളിയിലൊക്കെ ആയാലും ഇവർ 3 പേരും അടിപൊളിയായിട്ട് പുറത്ത് കളിച്ചോളും. ഇപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിൽ പറയുമ്പോൾ അവിടെ ചെന്നിട്ട് ഒട്ടും സമ്മതിക്കില്ല കളിക്കാനായിട്ട്. മണ്ണിലൊക്കെ അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ നടത്തി പിള്ളേരെ കളിപ്പിക്കണം. ഞങ്ങൾ ഇവിടെ ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നു, പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവര് ഞങ്ങളെ കൺട്രോളിൽ നിൽക്കില്ല. അവര് കളിക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. 3 പേരും കൂടി കളിക്കും. അപ്പൊ ഞങ്ങൾ കളിക്കട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ കുറെ അധികം നേരം, ഇപ്പൊ ഒരു 3 മണി 4 മണി തൊട്ട് ഒരു 6 മണി വരെ ഇവർ കളിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ വിചാരിച്ചു. പ്രധാന ഒരു കാരണം അതന്നെയാട്ടോ. പിന്നെ പോണ എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ കൊണ്ടുപോകും. ഏത് ടൂർ പോവാണെങ്കിലും എവിടേക്ക് തൊട്ടടുത്ത് പോവാണെങ്കിലും ഇവരെ ഞങ്ങൾ കൊണ്ടുപോകാതിരിക്കില്ല. ആ ഒരു ക്ലൈമറ്റ് ഇവർ അഡോപ്റ്റ് ചെയ്യും, അവിടുത്തെ ഫുഡ് ഇവർ അഡോപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പല റീസൺസ് ഉണ്ട് അതിന്. അവരത് ഓക്കെ ആയി. ഇപ്പം കാറ്റടിക്കാതിരിക്കും, നമ്മൾ AC ഫാൻ, പുറത്ത് പോകുമ്പോഴായാലും കാറ്റ്, കടൽക്കാറ്റ്, ഇതെല്ലാം കൊണ്ട് എനിക്ക് തോന്നിയൊരു സംഭവം കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കുറേ പിള്ളേരെ നമ്മൾ അത് വരും ഇത് വരും എന്ന് പറഞ്ഞിട്ട് കുറേ നമ്മൾ അടക്കി വെക്കരുത്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊന്നല്ല, അവരെ എല്ലാ കാര്യത്തിനും ശീലിപ്പിക്കണം. ഈ ഒരു സംഭവം എനിക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തന്ന ഒരാൾ നമ്മൾ നിഖിൽ ചേട്ടനാട്ടോ. അതേപോലെ തന്നെ അഞ്ചുക്കിയാണ്. മീൻസ് ചെയ്യിപ്പിക്കുക പിള്ളേരെ കൊണ്ട്. അവർ മറ്റേ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് കിട്ടിയ ടോക്കൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 49 ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് 15. ഇവന്മാരാണെങ്കിൽ ഇവിടെ നല്ല ഓടിക്കളിയാണ്. കുറേ നേരം ഞാൻ പിന്നാലെ നിന്നു. ഞാനല്ല നിഖിൽ ചേട്ടൻ കുറേ നേരം പിന്നാലെ നിന്ന്. പിന്നെ ഞങ്ങൾക്ക് വയ്യാണ്ടായി. പിന്നെ ഞങ്ങൾ ഇരുത്തു. എല്ലാവരും നോക്കാം കേട്ടോ. ഒന്നാമത്തെ ട്വിൻസ്, പിന്നെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മളാരും നോക്കൂലേ. പിന്നെ ഇവന്മാരിങ്ങനെ എന്താ പറയുക, ഓരോരുത്തർ പോയിട്ട് അത് അതിന് വാ ചേട്ട വാ ഭയങ്കര സ്നേഹം എല്ലായിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇവർ 2 പേര് 2 വഴിക്ക് ഓടിയപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് പിടിച്ചിട്ടുണ്ടായിട്ട്. ഇവർ 2 പേര് അന്വേഷിച്ച് എടുക്കേണ്ട അച്ഛനാണ്. നിഖിൽ ചേട്ടൻ എന്തോ കാര്യത്തിനൊന്ന് നീങ്ങിയതിന്. അപ്പം ഞാൻ ബാക്ക് വഴി പോയിട്ട് ഫ്രണ്ടിലെത്തി. അപ്പം എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നിഖിൽ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇവർ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മിഠായിയോ ചായയോ വടയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കഫേയിൽ കയറിട്ടാ. കഫേ മീൻസ് ഇവരെ ക്രാഫ്റ്റിൻ്റെ തന്നെയാണ്. ഒരു കോഫി ഷോപ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വാശി. ഇവർക്ക് എല്ലാതും വേണമെന്ന്. ഞാൻ പെട്ടെന്ന് സിനിമയിലൊക്കെ കാണുമ്പോൾ ഒന്ന് പകച്ചു പോയി. കാരണം ഈശ്വര ഇവന്മാർ 2 പേരും കൂടിയിട്ട് അമ്മ അത് അച്ഛ ഇത് മിഠായി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ശരിക്കും സിനിമയിലൊക്കെ കാണൂലേ ഇങ്ങനെ ബേക്കറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേരിനെ വാശി പിടിച്ചോണ്ടിരിക്കുന്നത്, അതേ രീതിയിൽ വാശി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കേണോ? ഞാനൊരു ചായ പറഞ്ഞു കേട്ടോ. എനിക്ക് ജ്യൂസ് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ തൊണ്ടൊക്കെ സുഖമില്ലാതിരിക്കുന്നുണ്ട്. ഒരു ചായയിലും ഒരു ഉഴുന്നുവടയിലും ഒതുക്കി. അപ്പോൾ ഇവന്മാർക്ക് കഴിക്കാമെന്ന് വാങ്ങിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പരിപ്പോട് ഇഷ്ടമാണ്. അപ്പോൾ പരിപ്പോട് കഴിച്ചോളൂ വിചാരിച്ചിട്ട് ഒരു പരിപ്പോടെ വാങ്ങിച്ചിട്ട് 2 പേർക്കും തിരിച്ചു കൊടുത്തു. എന്നിട്ട് അത് ബാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ കഴിച്ചു. പിന്നെ ജ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ ഐസിട്ട് ജ്യൂസ് മേടിക്കാൻ നിന്നില്ല. ഫ്രൂട്ടി അതുള്ള സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിച്ചു കൊടുത്തു. ഒന്ന് എന്താ പറയുക തൃപ്തിയാക്കിയിട്ട് വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴേക്കും ആ ഫാൻ അഴിച്ചു പണിയലായി. കയ്യിൽ കെട്ടിയിട്ട് എന്തിനൊരു 10
10 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് ആ ഫാൻ അഴിച്ച് അത് റിപ്പയർ ചെയ്തു. ഒന്നും പറയണ്ട, അതിൻ്റെ ഇടയിൽ നമ്മുടെ അല്ലുക്കുട്ടൻ 2 സാധിച്ചിട്ടുണ്ട്. അതിനെ മാറ്റാൻ വന്നിരിക്കുകയാണ്. അത് മാറ്റിക്കഴിഞ്ഞ് ചെക്കനെ വീണ്ടും ഫ്രഷ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകണം. ഇവർ 2 പേരെയും കൊണ്ടുപോയാൽ നല്ല രസമാണ് ഗൈസ്. നമുക്ക് പണി വരുന്ന വഴികൾ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം 2 ഒരേ പ്രായമല്ലേ. ഞാൻ ഈ പറയുന്നത് ട്വിൻസുകളായ അമ്മമാർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഡോക്ടറൊക്കെ കാണിച്ചു, ഡോക്ടർ ചെറിയൊരു ഇൻഫെക്ഷനാണെന്ന് പറയുന്നത്, വൈറൽ ഇൻഫെക്ഷൻ. സോ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, പനിയുള്ളപ്പോൾ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പനിയുള്ളപ്പോൾ മരുന്ന് കൊടുക്കണം, അതെനിക്കറിയാം. അതല്ലാതെ വേറെ സീൻ ഒന്നുമില്ല കേട്ടോ. ചുമരൊക്കെ മരുന്ന് തന്നിട്ടുണ്ട്, ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവന്മാർ ഇവിടെ കിടന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് നിൽക്കുക, ആ ചേച്ചിമാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിഠായി തരും ചേച്ചി, മിഠായി താത്ത പറഞ്ഞാൽ മതി. എന്നിട്ട് അവിടുത്തെ ചേച്ചിമാരുടെ മിഠായി താ ചേച്ചി, കയ്യിൽ താ ചേച്ചി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ദേ അതിനിപ്പോൾ എന്നോട് വന്ന് പറയണം, അമ്മ മിഠായി കിട്ടിയില്ല ചേച്ചി, മിഠായി തന്നില്ല എന്ന് പരാതി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിഖിൽ ചേട്ടനെ കൊണ്ട് പരിശോധിപ്പിക്കുകയായിരുന്നു. നിഖിൽ ചേട്ടൻ ആദ്യം ജിയോയിലായിരുന്നു, അതിന് മുന്നേ മൊബൈൽ ഷോപ്പിലൊക്കെ നിന്നിട്ട് ഭയങ്കര പരിജ്ഞാനമുള്ള ആളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഒരു സ്ഥലത്ത് ഊണ് ചോദിച്ചപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് സമയം 2 മണിയായപ്പോൾ ഊണൊക്കെ തീർന്നു, കറികളൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ നേരെ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. ഇവന്മാർക്കാണെങ്കിൽ ഇപ്പം എല്ലാതും സ്വയം ചെയ്യണം, അതായത് പറ്റാത്ത കാര്യങ്ങളടക്കം സ്വയം ചെയ്യണം. അവിടെ ചെറിയ പിള്ളേരൊക്കെ എടുക്കുന്ന വാഷ് ബേസിലുണ്ടായിരുന്നു, പക്ഷെ അതെന്തോ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ അവർക്ക് തന്നെ കഴുകണം എന്ന് പറഞ്ഞിട്ട് കഴിച്ചു കൊടുത്തു. അപ്പോഴാണ് ഐനൂസ് കൊണ്ടുവന്ന കാറ്, അവൻ്റെ കുഞ്ഞിക്കാറ് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ വെച്ചാൽ മറന്നു. അത് അവൻ അപ്പം തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിഖിൽ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛോ വാവ. പിന്നെ സമാധാനം എന്ന് പറയുന്നത് ഒരു വഴിക്ക് പോയിട്ടില്ല കേട്ടോ. എന്ത് വിചാരിച്ചു അത് അപ്പം തന്നെ നടത്തണം. നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധ തിരിക്കാൻ നോക്കിയാലും അത് മറക്കില്ല, ആ ഒരു ദിവസം അത് മറക്കില്ല, അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ആയിരിക്കുന്ന മുതലിന് ദിവസം ചെല്ലുന്തോറും വാശി എന്ന് പറഞ്ഞാലും തിരിക്കുന്ന വാശിയാണ്. അത് എന്താ കുറേ ഇപ്പം അടി കിട്ടി ഒരു ദിവസം ഒരുപാട് അടി കിട്ടുന്നുണ്ട്, ചീത്ത കേൾക്കുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് വിഷമോശു, പാവം കൊച്ചു. എന്താ നമ്മളമ്മമാർ അങ്ങനെയല്ല, നമുക്ക് അടി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വിഷമല്ലേ. പക്ഷെ അടിക്കാതെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അവൻ്റെ വാശി കൊണ്ടാട്ടോ, അവന് കുറുമ്പൊന്നല്ല, വാശി. അവനൊരു സാധനം വിചാരിച്ച് നടത്തണം എന്നുള്ളൊരു വാശി, അതാണ്. പക്ഷെ ആളൊരു കുഞ്ഞുമണ്ടനാണ്, പാവമാണ്. പക്ഷേ എങ്കിലും അങ്ങനെ തന്നെ. പിന്നെ നമ്മളിതൊരു ഷൂ വാങ്ങിക്കാൻ കയറിയിട്ടുണ്ട്. ഷൂ വാങ്ങിക്കാൻ കയറിയിട്ടൊന്നും പറയേണ്ട ഗൈസ്, ഇപ്പൊ ഒക്കെ ഫുള്ള് ഇവന്മാരിഷ്ടമാണ്. ഇവന്മാർ പറഞ്ഞ ഷൂ എടുക്കണം, അത് ചെറുതോ വലുതോ കളറോ ഒന്നും പ്രശ്നമില്ല. അത് നമ്മൾക്ക് കുറേ ഈ ഒരു ടൈമിൽ നമുക്ക് ചീത്ത പറയാൻ പറ്റില്ല, അത് അവർ ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ, അവർ ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മളമ്മമാരെ കൂടെ പോകുമ്പോൾ പണ്ട് നമുക്ക് ഇതേപോലെ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അമ്മമാരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, അമ്മമാർ നമ്മളപ്പം മൂലയ്ക്ക് വെച്ച് മുക്കും, അങ്ങനെയല്ല. പക്ഷെ ഇത് കുറേയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവന്മാർ പറയുന്നത്. കാരണം അമ്മ അച്ഛ ഇത് വേണം, ആ കളർ വേണം, അയിനൂന് ഇത് വേണം, ചേട്ടയ്ക്ക് ഇത് കൊടുത്തോ. പല്ലുവിൻ്റെ കാൽമ കിടക്കുന്ന ഷൂ അവന് വേണ്ടിട്ടായിരുന്നു വാശി. എന്നിട്ട് ഇവൻ സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അവൻ സെലക്ട് ചെയ്തതൊന്നും അവൻ്റെ സൈസും കറക്റ്റ് ആയിരുന്നില്ല, വിലയും നല്ല കൂടുതലായിരുന്നു. അപ്പം നമ്മൾ നൈസായിട്ട് ഓക്കെ അതൊക്കെ അവന് ഇടിപ്പിച്ചു. കാരണം ആ ഒരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇട്ട് കാണിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ഷൂ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് ഇട്ടിട്ട് അവനോട് പറഞ്ഞു ഇതാണ് അടിപൊളി സൂപ്പർ, ഇതിൻ്റെ കളർ ചേഞ്ചാണ് ചേട്ടൻ എടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഓക്കെ ആക്കിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൂട്ടൻ എടുത്തത് ഈ ഒരു ഷൂ ആണ്. ആക്ച്വലി ഒരാൾക്ക് ഷൂ മേടിക്കാൻ വന്നതാണ്, ഒരാൾ ഷൂ ആണ് പട്ടി കടിച്ചത്. പക്ഷെ അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഒരാൾക്ക് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മറ്റാൾക്കും വാങ്ങിക്കണം. പിന്നെ നമുക്ക് ആ ഒരു കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിപ്പോൾ അവരെ കൊണ്ട് വാങ്ങിക്കാൻ പോയില്ലെങ്കിലും വീട്ടിലെത്തിയിട്ട് കാണുമ്പോഴായാലും ഭയങ്കര ഇഷ്യൂ ആയിരിക്കും കേട്ടോ. പോണ വഴി എൻ്റെ മൊബൈലിൽ ഒന്ന് കവറൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ട് ഗൈസ് നേരെ വീട്ടിലേക്കാണ് പോയത്. ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയ്ക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.